ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ജീപ്പ് സവാരി, ഓഫ് റോഡ് സവാരി ഉൾപ്പെടെയുള്ളവയ്ക്കാണ് നിരോധനം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിരോധനം ബാധകമാണ്. തുടരെയുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം. രാഹുൽ വിജിൻ കട്ടപ്പനയിൽ ചെയ്യുന്നു. രാഹുൽ, വിനോദസഞ്ചാരികളെ അവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജീപ്പ് തൊഴിലാളികളും ജീപ്പ് ഉടമകളും ഒക്കെയുള്ള സ്ഥലമാണ്. ഈ നിരോധനം അതെന്തിന്റെ പേരിലാണ്, അതെങ്ങനെയാണ് തുടരുന്നത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, എത്ര ദിവസത്തേക്കാണ്? സുഹൈൽ, ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആദ്യം തന്നെ പറയേണ്ടത്. ഇതിന് പശ്ചാത്തലം കഴിഞ്ഞ ദിവസം മൂന്നാർ പോതമേട് വിനോദസഞ്ചാരികളുമായി പോയ ഒരു ട്രക്കിംഗ് ജീപ്പ് മറിഞ്ഞ് ഒരു തമിഴ്നാട് സ്വദേശി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ജീപ്പ് സവാരി, അതുപോലെ തന്നെ ഓഫ് റോഡ് സവാരി ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല ജീപ്പുകളും ഓടുന്നത് മതിയായ രേഖകളില്ലാതെയും അതുപോലെ തന്നെ ജീപ്പുകൾക്ക് ഫിറ്റ്നസ് ഇല്ലാതെയുമാണ് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ശക്തമാക്കാനും കളക്ടറുടെ നിർദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനും പഞ്ചായത്തുകൾക്കും മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും ഉൾപ്പെടെയുള്ളവർ ഈ ഉത്തരവ് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പല മേഖലകളിലും ഫിറ്റ്നസ് അടക്കമുള്ള പരിശോധന കർശനമാക്കുന്നതിന് പകരം ഒറ്റയടിക്ക് നിരോധനം അത് വലിയ പ്രതിഷേധത്തിനിടയാക്കില്ലേ? അതിലൊരു കൂടിയാലോചനകളും നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേരുടെ ജീവനും ആശ്രയിക്കുന്ന മേഖല കൂടിയാണ് ഇടുക്കിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഈ ഉത്തരവ് ഏതടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആരുമായി ചർച്ച ചെയ്തിട്ടെടുത്തതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി അല്ലെങ്കിൽ ട്രക്കിംഗ് ജീപ്പുകൾ സർവീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഉപജീവന മാർഗമാക്കിയിരിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല, പ്രത്യേകിച്ച് മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും കൂടുതൽ ജീപ്പ് സഫാരികളാണുള്ളത്. അതിനെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ നൽകിയൊരു വാർത്തയുണ്ട്. 238 ജീപ്പുകൾ ഒരുമിച്ച് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് എത്തിയൊരു ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത കൊടുത്തതാണ്. അത് ഒരു പ്രദേശത്തെ മാത്രമാണ്. അതുപോലെ തന്നെ സമാനമായി ഈ ഓഫ് റോഡ് ജീപ്പുകൾ, സഫാരി ജീപ്പുകൾ ഒരുപാട് ഓടുന്ന ഈ മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിൽ ഈ ഉത്തരവ് ബാധിക്കുക സാധാരണക്കാരായ ഒരുപാട് ജീപ്പ് തൊഴിലാളികളെയാണ്. അതിനപ്പുറത്തേക്ക് ഇതിലൊരു കൂടിയാലോചന നടന്നിട്ടില്ല, കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ആരോപണവും പരാതിയും ഉയരുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കളക്ടറുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. പക്ഷേ ചില മേഖലകളിൽ ഈ ജീപ്പുകളുടെ ഓട്ടം അത് അപകടകരമായ രീതിയിലാണ്. ചില ആളുകൾ ജീപ്പുകൾ വളരെ പ്രത്യേക രീതിയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഒരു സുരക്ഷയും പാലിക്കാതെ ഓടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. എങ്കിൽ കൂടിയും പൂർണ്ണമായിട്ട് ഇത്തരം ഒരു നിരോധനം പെട്ടെന്നുണ്ടാകുന്നത് അത് സാധാരണക്കാരായ ഒരുപാട് പേരെ ബാധിക്കും. അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് പ്രധാനമായും പറയേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള പരിശോധന അടിയന്തരമായി നടക്കേണ്ടതുമാണ്. ശരി, വിനോദസഞ്ചാരികളുടെ ജീവന് സുരക്ഷ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ മേഖല ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം റദ്ദ് ചെയ്യപ്പെടരുത്. കൃത്യമായ പരിശോധന ഉണ്ടാകണം. എന്തായാലും നിരോധനം, അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.